20,000 രൂപ താഴെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ദ ബെസ്റ്റ് ആയിട്ടുള്ള 4 ഫോൺ. ഇത് വെറും സ്പെസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളതല്ല, യൂസർ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 ഫോണുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ കാശ് കളയാതെ 20,000 രൂപ താഴെയിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അതിനു മുന്നായിട്ട് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു ഫോണും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫോൺ നിങ്ങൾക്ക് ഇതിന് ചൂസ് ചെയ്യാവുന്ന. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് ദ ബെസ്റ്റ് പെർഫോമൻസ് ഫോൺ. ഈ ഒരു കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്തത് ഓപ്പോയുടെ K13 ആണ്. ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണിന് വേണ്ട സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാലോ. ഗ്രേറ്റ് പ്രോസസർ, ഗ്രേറ്റ് ബാറ്ററി ആൻഡ് ഗ്രേറ്റ് ഡിസ്പ്ലേ. ഈ പറഞ്ഞ 3 ഘടകങ്ങളും ഈ ഫോണിലുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 6 Gen 4 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 7S Gen 3യുടെ അടുത്താണ് ഇതിന്റെ അന്തുതു സ്കോർ വെക്കുന്നത്. ഓൾമോസ്റ്റ് 7 lakhന്റെ മുകളിലാണ് ഇതിന്റെ അന്തുതു സ്കോർ ഉള്ളത്. സോ ഇതിൽ ഞാൻ BGM ഒരുപാട് നേരം കളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഓവർ ഹീറ്റിംഗും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഗ്രാഫൈറ്റിന്റെ കൂളിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇത്ര ഹീറ്റിംഗ് മാനേജ് ചെയ്യുന്നത്. ഇതിൽ 60 FPS BGM കളിക്കാൻ പറ്റാത്ത സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ലാഗോ ഷട്ടറോ ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ അൺബോക്സിംഗ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു 120 Hz OLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. പിന്നെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, 7000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ചാർജറും ബോക്സിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റോറേജ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ 8GB 128GB ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. UFS 3.1 ആണ് സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണിന് പ്രൊസസർ മാത്രം മതി. അത് പോരാ, റാമിന്റെയും സ്റ്റോറേജിന്റെ സ്പീഡും കൂടി അനുസരിച്ചിട്ടാണ് ഒരു ഫോണിന്റെ പെർഫോമൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസിന്റെ ഒട്ടുമിക്ക ഫോണുകളിലുള്ള UFS 2.0 ആണ് വരുന്നത്. സോ അതിനും ഈ ഒരു ഫോണിന് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ 7000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ 1.5 ദിവസത്തോളം ബാറ്ററി സുഖമായിട്ട് നിൽക്കും. പിന്നെ ഇതിനൊരു പ്രശ്നമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കളർ വൈസ് 15 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഒരുപാട് ബ്ലോട്ട് വേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ OIS ഒന്നുമില്ല, സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ക്യാമറയിൽ നിന്നുള്ള ഔട്ട്പുട്ട് അടിപൊളിയാണ്. അപ്പൊ പറഞ്ഞു ചോദിക്കും വിവോയുടെ T4 മൈക്യൂന്റെ Z10 ഇതിനെക്കാട്ടി പെർഫോമൻസ് ഉള്ളതല്ലേ എന്ന്. തീർച്ചയായിട്ടും ആണ്. ഒരു 4000 രൂപ കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ അടുത്താണ് ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ഒരു കാറ്റഗറിയുടെ ഒറ്റ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ, CMF 1 II Pro. യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനും ഇതുപോലെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും തരുന്ന ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ ആഡ്സ്, ബ്ലോട്ട് വേഴ്സ് തുടങ്ങിയ ഒരു സംഭവം ഇല്ല. ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് മാത്രമല്ല 3 വർഷത്തോളം സോഫ്റ്റ്വെയർ അപ്ഡേഷനും 6 വർഷത്തോളം സെക്യൂരിറ്റി പാച്ച് അപ്ഡേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ 6.7 ഇഞ്ച് വരുന്ന 120 Hz വരുന്ന ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 8GB LPDDR4X റാമും 128GB UFS 2.1 ആണ് ഇതിന്റെ സ്റ്റോറേജ് വേരിയൻസ് വരുന്നത്. 8GB 128GBക്ക് 80,999 പ്രൈസ് റേഞ്ച് വരുന്നത്. യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് ഡയമൻസിറ്റിയുടെ 7300 Pro ആണ്. പിന്നെ 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പോരായ്മയായിട്ട് പറയാനുള്ളത് 2 കാര്യമാണ്. ഒന്ന്, ഇതിൽ കൊടുത്തിട്ടുള്ളത് സിംഗിൾ മോണോ സ്പീക്കർ ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഔട്ട്പുട്ടും ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഓപ്പോയുടെ K13 ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് കിട്ടുന്നത്. ഇത് മാത്രമല്ല 33 വാട്ട് ഫാസ്റ്റ് ചാർജ് വെച്ച് നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂറോളം വെച്ചിട്ടാണ് ഇത് ചാർജ് ആവുന്നത്. അങ്ങനെ ഒരു പ്രശ്നവും ഈ ഒരു ഫോണിന്. ഇതിന്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യാമറ സെറ്റപ്പ് ആണ്. പക്ഷേ ഈ ക്യാമറയിൽ OIS അവർ കൊടുത്തിട്ടില്ല. ഇതും കൂടി ആലോചിച്ചിട്ട് വേണം ഈ ഫോൺ വാങ്ങണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ. അടുത്താണ് കേസ് ദ ബെസ്റ്റ് ക്യാമറ ഫോൺ. ഒരു അല്പം പ്രൈസ് നിങ്ങൾ ഹൈക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് Motorola Edge 60 Fusion. അപ്പൊ പലർക്കുള്ള സംശയമാണ് എന്തുകൊണ്ട് Motorola Edge 60 Neo ചൂസ് ചെയ്യുന്നില്ല. അതിനൊരു മെയിൻ കാരണം എന്താ വെച്ചാൽ അതിലുള്ള ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. 4300 mAh ബാറ്ററി വരുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലുള്ള സോണിയുടെ ഒരു OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ 13 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 30 മെഗാപിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4K 30 FPS റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ 6.67 ഇഞ്ച് വരുന്ന ഒരു 1.5K റെസൊല്യൂഷനുള്ള 120 Hz POLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെഗ്മെന്റിൽ കിട്ടാവുന്ന ഒരു അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് Motorola ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ നല്ലൊരു ക്യാമറ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ പറയാനുള്ളത് ഡയമൻസിറ്റിയുടെ 7300 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. സോ ഡേ ടു ഡേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അടിപൊളിയാണ്. പക്ഷേ ഗെയിമിങ്ങിന് ഈ ഒരു ഫോൺ നോക്കുക വേണ്ട, ലാഗ് ആവും.
ഒരു 1 ഹവറിന്റെ മേലെ നിങ്ങൾ ഗെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാഗ് ആവും. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഈ ഫോൺ ചൂസ് ചെയ്യേണ്ട. നല്ലൊരു ക്യാമറ പെർഫോമൻസ് കിട്ടണം, നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മളൊരു ഓൾറൗണ്ട് ഫോൺ ആണ് നോക്കാൻ പോകുന്നത്. ഇൻഫിനിക്സ് നോട്ട് 50s 5G 6.78 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ വരുന്നത്, അതും 140 Hz ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. MediaTekന്റെ 7300 അൾട്ടിമേറ്റ് എന്നുള്ള ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8GB LPDDR 5X RAM, 128GB അല്ലെങ്കിൽ 256GB വരുന്ന UFS 2.1 ആണ് സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത്. പുറകിലായിട്ട് 64 മെഗാപിക്സലിന്റെ ഒരു സോണിയുടെ ക്യാമറ, 2 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് 30 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5500 mAh ആണ് ബാറ്ററി വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ സർവീസിംഗ് മാത്രമാണ്. കാൽകെയർ എന്നൊരു കമ്പനി ആയിട്ടാണ് ഇവര് സർവീസിംഗിന്റെ കാര്യത്തിൽ കൊളാബ് ചെയ്തിട്ടുള്ളത്. ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനത്തും ഉണ്ടെങ്കിലും പക്ഷെ അതിന്റെ സർവീസ് സെന്ററുകൾ വളരെ കുറവാണ്. അപ്പൊ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് എടുത്താൽ മതി. അല്ലാത്ത പക്ഷം ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫോൺ തന്നെയാണ് ഇൻഫിനിക്സിന്റെ ഫോൺ. സോ ഈ പറഞ്ഞ 4 ഫോണുകളിൽ നിന്ന് നിങ്ങളുടെ ആവശ്യത്തിന് പറ്റുന്ന ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ ഏത് ഫോണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.